നമസ്കാരം. ഇനി വഖഫ് എന്നുള്ള വാക്ക് മിണ്ടിക്കഴിഞ്ഞാൽ കോടതി വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു കുറ്റി നാട്ടി ഇത് ഞങ്ങളുടെ ദർഗയാണ്, ഇത് ഇന്നയാളുടെ ഖബറിടമാണ്, അതിൻ്റെ ചുറ്റുമുള്ള സ്വത്ത് മുഴുവൻ വഖഫാണ്. എന്താ വഖഫിൻ്റെ അർത്ഥം? വഖഫിൻ്റെ അർത്ഥം വഖഫ് തന്നെ. പിന്നെ ആളുകളോട് പോലും ചോദിച്ചാൽ അറിയില്ല. കയ്യിൽ ധാരാളം പൈസയുള്ള ആളുകൾ അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുന്നത് പോലെ, പണ്ടൊക്കെ ട്രസ്റ്റായിരുന്നു, ട്രസ്റ്റിനെ ഏൽപ്പിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ മുതലായിട്ട് കൊടുക്കുകയാണ്. അവിടെ ആരും കയറി ചൊറിയാനും മാന്താനും വരില്ല. ഇന്നിപ്പോൾ അതൊന്നും പേടിയില്ല. കണ്ടില്ലേ, അള്ളാഹു എന്നുള്ള പേര് പറയാൻ ലജ്ഞ, അള്ളാഹു എന്നുള്ള പേര് പറയാൻ ലജ്ഞ. ഇപ്പം ഗോഡാഹു എന്നാക്കിയിട്ടുണ്ട്, ദൈവാഹു എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാർക്കൊന്നും യാതൊരു പേടിയില്ല. പണ്ടതല്ല സ്ഥിതി. ഞാൻ പറയുന്നത് നബി തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. അന്ന് ആവശ്യത്തിലേറെ സ്വത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അള്ളാഹുവിന് കൊടുക്കുന്നു. അള്ളാഹു എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കസേരയിട്ടിരിക്കുന്നൊരു മനുഷ്യ സ്വരൂപമല്ല. അതിൽ നിന്ന് വരുന്ന സന്ദേശത്തിൻ്റെ ഘനീഭൂതമായിട്ടുള്ള ഭാവമാണത്. അതിലേക്ക് ആ സന്ദേശങ്ങളെ പടർത്താനും ഉയർത്താനും പടർത്താനുമായിട്ട് അതിലേക്കായിട്ട് കൊടുക്കുന്ന സ്വത്തിനെയാണ് വഖഫ് എന്ന് പറയുക. അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ഈ വഖഫിൻ്റെ പേരും പറഞ്ഞ് തക്കിട തരികിട കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് അധികാരത്തിൽ കയറി ഉടനെ തന്നെ എൻ്റെ കൂട്ടത്തിൽ വാലായിട്ട് മുസ്ലിം ലീഗ് ഘടകകക്ഷിയുടെ 3 പേരെ മറ്റുള്ളൂ, അയാളും കയറി. അപ്പോൾ ഇനിയിപ്പോൾ എന്തും നടത്താലോ? പറ്റില്ല. ജോസഫ് വിജയ് പറഞ്ഞു ഇനി ഇവിടെ ആടുമാടുകൾ ഇറക്കാൻ പറ്റില്ല എന്ന്. എന്താ കലാപക്കൊടി ഉയർത്താത്തത്? കലാപക്കൊടി ഉയർത്തിയതേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ആ കൈ അവിടെ ഉണ്ടാവില്ല. അത് തമിഴ്നാടാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അവിടെ 3 പേരവിടെ കൊണ്ട് ചാടിച്ചിട്ട് ലീഗ് ഭരിക്കും തമിഴ്നാട്ടിൽ ലീഗ് പറയുന്ന നിയമങ്ങളൊന്നും പറഞ്ഞേ. 3 പേരേ ഉള്ളൂ. ഇവിടെ 22 പേരെ വെച്ചിട്ടായി കളി കളിക്കുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കും കേരളത്തിൽ, മുസ്ലിം ലീഗ് പറയും നിയമങ്ങൾ. എന്താ അവിടെ പറയാത്ത? ഏതായാലും ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ ആരാധനയുണ്ട്, അവിടെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിംബം വെച്ചിട്ടുണ്ട്, അതിൽ ദർഗയോ ഖബറിടമോ എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ പേരിൽ ഇത് വഖഫാ തൊടാൻ പാടില്ല, ഇത് വഖഫാ തൊടാൻ പാടില്ല, ആ ഒരു പരിപാടി ഇനി നടപ്പില്ല എന്ന് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധിയുമായിട്ട് മദ്രാസ് ഹൈക്കോടതി വന്നിട്ടുണ്ട്. ഒരു സ്ഥലം മതപരമായിരിക്കാം, അതുകൊണ്ട് അത് വഖഫ് ആവണമെന്നില്ല. അവിടെ നടന്നു വന്നിരുന്നൊരു കേസ്, ചെന്നൈ ഹസ്രത്ത് ദർഗ കേസ്. ആ കേസിലാണ് ഇങ്ങനൊരു വിധി വന്നിട്ടുള്ളത്. ചെന്നൈയിൽ ട്രിപ്ലിക്കൻ ആ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ കാമരാജ് റോട്ടിലാണ് ഈ സർക്കാർ സയ്യിദ് ഹബീബുള്ള ഷാ ഖതാരി ആരിഫ് ഓണാപ്പ് ഓക്കെ സർക്കാർ സയ്യിദ് ഹബീബുള്ള ഷാ ഖത്താരി ആരിഫ് റബ്ബാനി ഹസ്രത്ത് ദർഗ ആണ് അതിൻ്റെ പേര്. ദർഗയാണ്. ദർഗയ്ക്കൊന്നും വിധിയില്ല. മുസ്ലിം ലീഗ് ഖുറാനിനൊന്നും വിധിയില്ല. ഇപ്പം ഖുറാനിൽ എന്തെങ്കിലും വിധി അനുസരിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ തന്നെ പുറംകാലക്ക് തട്ടി. ഇനിയാണ് ഇപ്പോൾ മറ്റുള്ള ആയത്തും ഹദീസൊക്കെ. അവിടെയുള്ള ആ ദർഗയ്ക്ക് പുതിയ മുത്തവല്ലിയെ നിയമിക്കുകയാണ് ചെയ്തത്. അത് പരിപൂർണമായിട്ട് അവർ ആക്കുക എന്നുള്ളതാണ്. പതുക്കെ 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 ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് ആ നിയമിച്ചുകൊണ്ടുള്ള തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ പ്രമേയം റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധിന്യായം വന്നിട്ടുള്ളത്. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ഗോവിന്ദരാജൻ തിലകാവതിയാണ് ഈ നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ അവർ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളത്. ദർഗ എവിടെയുണ്ടോ അതല്ലെങ്കിൽ മുസ്ലിം
ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ, അതിനെ ഉടനെ തന്നെ വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിക്കുക. വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിച്ചാൽ ദേവൻ്റെ സ്വത്താണ്. നമ്മളെ മറ്റേ ഹിന്ദുക്കൾ പറയുന്ന ദേവൻ്റെ സ്വത്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വത്താണ്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ലഹളി ഉണ്ടാക്കുകയാണ്. ആ ലഹളി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? ഞങ്ങളുടെ കയ്യിൽ കുറേ വോട്ടുണ്ട്, ചാക്ക് കണക്കിന് വോട്ടുണ്ട്. അതിലൊന്നോ രണ്ടോ ബുദ്ധിയുള്ള കഴുതുകളും പിന്നെ ആയിരക്കണക്കിന് ബുദ്ധിയില്ലാത്ത കഴുതുകളാണല്ലോ. ഈ രണ്ട് കഴുതുകൾ ഇവറ്റകളെല്ലാം ചാക്കിൽ പിടിച്ചിട്ട് ഇത്രയുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഇത്ര കിലോ വോട്ടുണ്ട് എന്നും പറഞ്ഞ് അത് വെച്ചിട്ടാണ് ഈ കളി നടത്തുന്നത്. ദർഗയെ വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിച്ചു. ഷഹീൻ ഷാ എന്നൊരാളെ അതിന് മുത്തുവല്ലിയായിട്ട് നിയമിച്ചു. അങ്ങനെ വഖഫ് ബോർഡ് ഒരു പ്രമേയം പാസ്സാക്കി. 2023 അത് പാസ്സാക്കിയത്. കഴിഞ്ഞ 4 ദശകങ്ങളായിട്ട് ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ടാണ് താനാണ് ഈ ദർഗയിലെ മുത്തവല്ലി എന്ന് ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് അസ്മത്തുള്ള നൽകിയ അപ്പീൽ കോടതി സ്വീകരിക്കുകയായിരുന്നു. ഒരു ദർഗയോ അല്ലെങ്കിൽ ഒരു ഖബറിടമോ അത് സംബന്ധിയായിട്ടുള്ള മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ അവിടെ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട്, അത് മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനെ വഖഫ് എന്ന പേര് കൊടുത്ത്, വഖഫ് സ്വത്ത് എന്നുള്ള പേര് കൊടുത്ത് ആ രീതിയിൽ മാറ്റാനുള്ള അവകാശമില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ വഖഫ് കേരളത്തിൽ ഇപ്പോൾ വഖഫിൻ്റെ വലിയ പ്രശ്നം നടക്കുകയാണത്. ഇത്ര കാലം വഖഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അവിടെ തിരുവനന്തപുരത്ത് അത് കോഴിക്കോടുള്ള ഒരു കോളേജിൻ്റെ സ്വത്താണത്. അതാണ് അവർക്ക് വഖഫായിട്ട് കിട്ടിയെന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് മാനുഷികമായിട്ടുള്ള ചിന്താഗതി ഉണ്ടായാൽ മതി. പക്ഷെ അതും വെച്ചുകൊണ്ട് കളി നടക്കുകയാണ്. അതും വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തുന്നു, ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുന്നു, BJPയെ കളിയാക്കുന്നു. അപ്പോൾ വഖഫ് ഇവർക്കൊരു ആയുധമാണ് എന്നർത്ഥം. ആ ആയുധത്തിൻ്റെ മോനെയാണ് ഒടിച്ചു കളഞ്ഞിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതി. നിയമപ്രകാരമുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മാത്രമാണ് ഒരു ദർഗ അതിനെ വഖഫായിട്ട് കണക്കാക്കാൻ കഴിയുള്ളൂ. സ്ഥലം മതപരമായിരിക്കാം, എന്നാൽ സ്വത്ത് വഖഫിൻ്റേതാണെന്നും വഖഫ് ബോർഡിന് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ അധികാരമുണ്ടെന്നും പറയുന്നത് സമ്മതിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വഖഫ് ആക്ട് ഇന്ത്യയിൽ 1995 അത് പ്രകാരം ഔദ്യോഗികമായിട്ടുള്ള സർവേ നടപടികൾ, അതുപോലെ ഗസറ്റ് വിജ്ഞാപനങ്ങൾ അതൊന്നും പൂർത്തിയാക്കാതെ വഖഫ് ബോർഡിന് ഒരു സ്ഥാപനത്തിൻ്റെ മേലിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല. ഒരു സ്വത്ത് വഖഫായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അതിൻ്റേതായിട്ടുള്ള ചില ഫോർമാലിറ്റീസൊക്കെ പരിപൂർത്തി വരുത്തേണ്ടതുണ്ട്. അതിന് സർവേ നടത്തേണ്ടതുണ്ട്. അതൊക്കെ നിയമപ്രകാരമുള്ള കാര്യങ്ങളാണ്. ഈ ദർഗ സ്ഥിതി ചെയ്യുന്ന ഭൂമി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് വഖഫ് ബോർഡിൻ്റെ ലിസ്റ്റിൽ ഔദ്യോഗികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും സർക്കാർ പറഞ്ഞത് കോടതി അതേപോലെ കണക്കിലെടുക്കാനുണ്ടായത്. ഏതായാലും ഇതിൻ്റെ ഗുണം ആർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഗുണം ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയാണത്. കിട്ടിയ അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായിട്ട് നീതിക്കും നിയമത്തിനും നിരക്കാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾക്ക് ചെറുതായിട്ടൊന്ന് വിഘാതം വരും. അതല്ലേ നല്ലത്. പലപ്പോഴും പല കുറ്റങ്ങളും ചെയ്യുന്ന എന്താണ്? സാഹചര്യത്തിൻ്റെ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് കുറ്റങ്ങൾ ചെയ്യുന്നത്. ആ സാഹചര്യത്തിൻ്റെ ആനുകൂല്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറയും. കുറ്റകൃത്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് കുറയുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും. അത് നല്ലതല്ലേ വാസ്തവത്തിൽ? ആയതുകൊണ്ട് ഇത് തന്നെ മുസ്ലിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു വിധിയാണത്. ദർഗയുണ്ട് അവിടെ, ഖബറുണ്ട് അവിടെ, അങ്ങനൊരു കാര്യവും പറഞ്ഞ് നിരവധി സ്വകാര്യ ഭൂമികൾ വഖഫാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ രസം,
എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെയും കൂടിയിട്ടൊരു ദർഗ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലമുണ്ടെന്ന്, ആ സ്ഥലം നല്ല സ്ഥലമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, പൊന്നും വരെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വക്കഫിൻ്റെ ആളുകൾ വന്നിട്ട് പറയും നമുക്കിത് വക്കഫിലാക്കാം, അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സുരക്ഷിതത്വമുണ്ട് എന്നും പറഞ്ഞ് ഈ പാവങ്ങളെ അത് വക്കഫിലേക്കാണ് കൊടുക്കും. അവിടെ ഇരിക്കുന്ന വമ്പന്മാരാണ്, അവർ വക്കഫിൻ്റെ സ്വത്ത് അനുഭവിക്കുകയും ചെയ്യും. അതൊക്കെയാണ് ഇവിടെ കണ്ടത്. തമിഴ്നാട്ടിലും വക്കഫ് പ്രശ്നം വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരിൽ ഇനി എവിടെയൊക്കെ വക്കഫ് സ്വത്തുകളെന്ന് പറയുന്ന സ്വത്തുകളുണ്ടോ അതിൻ്റെ മുഴുവൻ പരിശോധനകൾക്കായിട്ട് സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ വക്കഫ് ബോർഡ് ഇവിടെ തിരുച്ചെന്തുറൈ, തിരുപ്പുറക്കുണ്ടറല്ല, ആ സ്ഥലത്ത് 389 ഏക്കർ വരുന്ന മുഴുവൻ ഗ്രാമവും തങ്ങളുടെ സ്വത്താണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ അതല്ല. ഇത് തൃശ്ശാപ്പള്ളിയിലാണ് കേട്ടോ ഈ സ്ഥലം. ഇതിന് 1500 വർഷം പഴക്കമുള്ള പ്രശസ്തമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രവും ഇതിനകത്തുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായിട്ടൊരാൾ, അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് ഈ ഭൂമി വക്കഫിൻ്റെയാണ്, ആയതുകൊണ്ട് തന്നെ വക്കഫിൻ്റെ കാല് പിടിക്കണം, വക്കഫിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഈ സംഭവം സബ് രജിസ്ട്രാർ ഓഫീസ് അവിടെ എല്ലാവരും കൂടി പറഞ്ഞ് കംപ്ലൈൻ്റായി പ്രശ്നങ്ങളായപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മറ്റൊരു സ്ഥലം കോട്ടുകൊല്ലൈ ഗ്രാമം, അവിടെയും ഇതേപോലത്തെ പ്രശ്നമുണ്ട്. അവിടെ ഒരു ദർഗയുണ്ട്. ആ ദർഗയുടെ പേരും പറഞ്ഞ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ആ ഗ്രാമത്തിലെ 150ഓളം കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ട ഗതികേട് വന്നു. നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അവിടെ വലിയ പ്രതിഷേധമായിരിക്കുകയാണ്. ഇവിടെ വക്കഫിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ പ്രതിഷേധം, തമിഴ്നാട്ടിൽ അവിടെ അങ്ങനെ പ്രതിഷേധം. ഇവരെന്താ വേണ്ടത് വാസ്തവത്തിൽ? ഇത്രകാലമില്ലാത്ത വക്കഫും ഇത്രകാലമില്ലാത്ത ഇവരുടെ ചില അവകാശവാദങ്ങളും ഇപ്പോൾ ഏറി വരാൻ കാരണം അറേബ്യൻ ദേശത്തുള്ള എണ്ണപ്പണത്തിൻ്റെ ആധിക്യം വന്ന് എല്ലിൻ്റെ ഇടയിൽ വറ്റി കുത്തി കയറി. അതെൻ്റെ സംഭവം, അതിനപ്പുറമൊന്നും പറയാനില്ല. ഇപ്പോൾ ആളിക്കത്തുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പുറകിലുള്ള ലീഗ് ഓളികൾ ആളിക്കത്തുകയാണ്. കെടാൻ പോകുന്ന നാളവും എന്താണ്ടാവുക? ആളിക്കത്തും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വക ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഭൂമി വക്കഫ് സ്വത്താണ്. ഇനി തിരുപ്പതി ബാലാജി നിൽക്കുന്ന വക്കഫ് സ്വത്താണെന്ന് പറയുമെന്ന് അറിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് നിൽക്കുന്ന സ്ഥലം വക്കഫ് സ്വത്താണെന്ന് പറയുമെന്ന് അറിയില്ല. ഏതായാലും ഈ പറയുന്ന കോർപ്പറേഷൻ ഓഫീസ് മന്ദിരം വക്കഫ് സ്വത്താണെന്ന് കാണിച്ചിട്ട് അവിടെയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മുകേഷ് അംബാനിയുടെ വീട് 5000 കോടി രൂപ കൊണ്ട് മറ്റേ പണിത വീടാണ്. ഈ വീടിനേക്കാൾ വലിയ വീടാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടത്. ആ റോഡ് സൈഡിലായതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കിയാൽ വീട് കാണാൻ പറ്റുള്ളൂ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മുതലാളി, അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ബോംബെയിലെ ആഞ്ചലി എന്നാണ് ആ വീടിൻ്റെ പേര്. അത് വക്കഫ് സ്വത്താണെന്ന്. ആ ബിൽഡിംഗ് എടുത്ത് കൊണ്ടുപോകാൻ, ബിൽഡിംഗ് ഞങ്ങൾക്ക് വേണ്ട, ഭൂമി ഞങ്ങളുടെ. അപ്പോൾ ആ ബിൽഡിംഗ് അതേപോലെ തന്നെ ഇങ്ങനെയല്ലേ എത്തിക്കണത്, അത് അതേപോലെ തന്നെ പിടിച്ചാണ് കൊണ്ടുപോയാൽ മതി, കുഴപ്പമില്ല. സ്വത്ത് ഞങ്ങളുടെയാണ്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ വക്കഫ് സ്വത്ത്, ആ ഭൂമി, ഇനി ആ ബിൽഡിംഗ് പൊളിച്ച് കളയാൻ പറ്റില്ലല്ലോ. ആ ഭൂമിക്ക് കോടിയുടെ മേലെ കോടി വില വാങ്ങിക്കുക. അതാണ് ഈ തല്ലിപ്പൊളികൾ ഉദ്ദേശിക്കുന്നത്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന അംബാനിയാണല്ലോ. ഗുജറാത്തിലെ ദ്വാരകയിലെ 2 ദ്വീപുകൾ വക്കഫ്. ഹൈദരാബാദിൽ വിപ്രോ മൈക്രോസോഫ്റ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വക്കഫ്. ബാംഗ്ലൂർ ITC ഹോട്ടലിൻ്റെ പേരിൽ അതും വക്കഫ്. മധ്യപ്രദേശിലെ ബുറാൻപൂരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്ന കോടിക്കണക്കിന് വധിക്കുന്ന സ്മാരകങ്ങളുടെ പേരിലും ഇതേ വക്കഫ് തന്നെ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്.
ഏതായാലും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തെലങ്കാനയിലും മധ്യപ്രദേശിലും യു പിയിലും ഡൽഹിയിലും ഈ വഖഫ് ബോർഡ് പ്രശ്നം സജീവമാണ്. ഇതെല്ലാം തീരും. അതിൻ്റെ ദിവസം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. അധികം തിളച്ചാൽ അടുപ്പിൽ. ഇപ്പം ഏതായാലും അമേരിക്കയും ഇറാനും ഇസ്രായേലും കൂടിയിട്ട് അടി നടക്കുന്നു. രസം എന്താണെന്ന് അറിയാമോ? വലിയ രണ്ട് മൂന്ന് ആൾക്കാർ അടി കൂടുമ്പോൾ കുട്ടിപ്പെട്ട പോലെയാണ് ഇപ്പോൾ അറേബ്യൻ കൺട്രീസിൻ്റെ സ്ഥിതി. ഉള്ള എണ്ണയും എടുത്ത് അതുകൊണ്ട് ഉള്ള പോലെ ജീവിച്ച അപ്പോഴേക്കും അമേരിക്കയെ വിളിച്ചു വരുത്തി സെക്യൂരിറ്റി. അതൊരു പത്രാസിൻ്റെ ഭാഗമാണ്. നമ്മളുടെ വീട് കയ്യിൽ പൈസയുണ്ട്, വലിയ വീട് പണിതു, കാറ് വാങ്ങിച്ചു, സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിലൊരു കൂർക്കയെ അവിടെ വെക്കുന്ന പരിപാടിയുണ്ട്, ഒരു കൂർക്ക. അതൊരു അന്തസ്സാണ് അത്രേ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും യെസ് സാർ എന്ന് പറയുന്നൊരു കൂർക്ക. അതേപോലെയാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഒരു സെക്യൂരിറ്റി. അതിന് സെക്യൂരിറ്റി ജോലിക്ക് അവർ തയ്യാറാണ്. അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. ആയതുകൊണ്ട് തന്നെ ഖത്തറിൽ, കുവൈറ്റിൽ, ബഹ്റൈനിൽ, UAE, പിന്നെ ഇവിടെ സൗദിയിലൊക്കെ സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇറാൻ അടിക്കുന്ന ഈ സെക്യൂരിറ്റി ഗാർഡുകളുടെയാണ്. അപ്പോൾ ഏൽക്കുന്നത് ആർക്കെന്ന് മനസ്സിലായില്ലേ? ഏതായാലും അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒരുമിച്ച് നിന്ന് ചിരിക്കുകയാണ്. അവർ യുദ്ധം നടത്തുന്നു. കെടുതികൾ മുഴുവൻ അറേബ്യൻ കൺട്രീസിൽ കെടുതി വന്നു കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്നത് കേരളീയരുടെ, അവിടെ ജോലി ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളീയരുടെ. അപ്പം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ആ ഫ്ലോ ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള പൈസ വരവിൻ്റെ ഫ്ലോ ഒന്നും നിലച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചതല്ല. ആ താരകം ഇനി ദുബായു, അബുദാബി അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുഴൽ വെച്ചിട്ടുണ്ട്. ആ കുഴലിൽ കൂടെ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുന്ന വിചാരിച്ച മലപ്പുറത്തേക്കും പാലക്കാട് കോഴിക്കോട്ടേക്കൊക്കെ അതിപ്പോൾ ഏകദേശം നിലച്ച പോലെയായി ഞാൻ ആപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതും എല്ലാം കൂടിയിട്ട് ഇപ്പോഴത്തെ വഖഫിൻ്റെ മേലും സർക്കാർ, കാരണം ഭരിക്കുന്ന സർക്കാർ അങ്ങനെയാണ്, ആണൊരുത്തൻ്റെ സർക്കാരാണ്, സത്യമാണത്. അപ്പം എല്ലാം കൊണ്ട് വെകിളി പിടിച്ച് നടക്കുകയാണ് ഇവർ. സ്വയം അടക്കം വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹിഷ്ണുത കാണിച്ചില്ലെങ്കിൽ, വിവേകപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ അതോ ഗതിയായിരിക്കും ഫലം കേട്ടോ.